പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. എന്നാലും നമുക്ക് വീഡിയോ ഇടാൻ ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത്. അപ്പം എന്താണ്ട് ഞങ്ങൾ തലേന്ന് രാത്രി മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളാണെന്ന് അറിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ടാണ് വന്ന് മൈലാഞ്ചിയൊക്കെ ഇടുന്നത്. ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയി. പിന്നെ അതാണ് പെരുന്നാളിൻ്റെ രാവിലത്തെ വീഡിയോ ആണ് ഇത്. രണ്ടുപേരും രാവിലെ കുളിച്ചൊരുങ്ങി പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി. അതിനുശേഷം പള്ളിയിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലത്തെ കാപ്പി ഇടിയപ്പവും മട്ടൻ കറിയുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം അവന്മാരുടെ മെയിൻ ലക്ഷ്യം എന്തുവായിരുന്നു വെച്ചാൽ പെരുന്നാപ്പടി മേടിക്കുക എന്നുള്ളതായിരുന്നു പെരുന്നാളിൻ്റെ രാവിലത്തെ വിശേഷം. അവന്മാരുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു. അങ്ങനെ രാവിലെ രാജാണ്ണൻ്റെ കയ്യിൽ നിന്ന്, സിജിയക്കയുടെ കയ്യിൽ നിന്ന്, ഇവരെയൊക്കെ അറിയാമല്ലോ, എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഒക്കെ രാവിലെ തന്നെ അവന്മാർ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഷിഫാക്കയുടെ വീട്ടിൽ പോയി. അവിടെ നിന്നും പെരുന്നാപ്പടി രണ്ടുപേരും മേടിച്ചു. അവൻ ഫൈസു നോമ്പ് വെച്ചതേ പെരുന്നാപ്പടി മേടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടാണ്. പിന്നെ എല്ലാവരും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തേക്കിന് ഫുഡൊക്കെ ഉണ്ടാക്കി ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ എന്നാൽ ഒരുങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. ഇവർ അമ്മായി മോളും ഒരേ ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ച് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചക്കത്തെ ഫുഡ് അവിടെ ചെന്നിട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി കയറിയപ്പോഴത്തേക്കിനോ നല്ല ദാഹം. പൊരി വെയിലല്ലായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ കൊയിലോണിൽ കയറി എല്ലാവരും ഓരോ ലൈം ജ്യൂസ് പറഞ്ഞു, പിന്നെ ഓരോ കട്ട്ലേറ്റും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അതാണ്ട് നേരെ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അത്തച്ചിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു. അത്തച്ചിക്ക് ഷർട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവന്മാരുടെ സ്ഥിരം പരിപാടി ഇവിടെ വന്നിട്ട് എന്തോ പെരുന്നാപ്പടി വേടിയിൽ ആരെയും വിട്ടില്ല, എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അവന്മാർക്ക് സെറ്റായിട്ടുള്ള ഒരു എമൗണ്ട് അവന്മാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് അവന്മാർക്കാണ് മൊത്തത്തിൽ കോളടിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. അങ്ങനെ അമ്മ താണ്ട ചോറും കറികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കറികളും ഉണ്ടായിരുന്നു. ഇഞ്ചിക്കറി, മോരുകറി, പരിപ്പ്, അവിയൽ, പപ്പടം, തോരന്, മെഴുക്ക് പുരട്ടി, പച്ചടി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇലയിലായിരുന്നു ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇലയൊക്കെ വെട്ടി എന്താണ്ട് ഇലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ കറികളും വിളമ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാനും വിളമ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മായും വന്ന് ബാക്കിയുള്ള ഇലകളിലെല്ലാം അമ്മായും വന്ന് എടുത്തു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ ഇലയിലാണ് വിളമ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അമ്മ വന്ന് എല്ലാവർക്കും കൂടെ വിളമ്പാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അമ്മായും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത് ഞങ്ങളങ്ങനെ എല്ലാം റെഡിയാക്കി. ഇതാണ് എൻ്റെ ഇലയായിരുന്നു ഇത്. അങ്ങനെ ഞാൻ്റെ അടിപൊളി ഫുഡായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിലും അമ്മയുടെ ഫുഡ് അടിപൊളിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ഉണ്ടിട്ട് അതാണ്ട് എൻ്റെ മാമാടെ മോളാണ്, അമ്മയുടെ ആങ്ങളുടെ മോള്. ആ മോളും ഫാത്തിമ എന്നാണ് അവളുടെ പേര്. അവളും ഹസ്ബൻഡും കുഞ്ഞും എല്ലാം കൂടെ വന്നു. അങ്ങനെ പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ 4-4:30 അമ്മ താണ്ടെ വൈകിട്ടത്തേക്കിനും ചായയും ഏത്തക്കാപ്പവും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ അതും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ നമുക്ക് കള്ളനും പോലീസും കളിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ കള്ളനും പോലീസും കളി തുടങ്ങി. അങ്ങനെ ചെറിയവർ വലിയവരെന്നൊന്നുമില്ല, എല്ലാവരെയും പിടിച്ച് ഞങ്ങൾ കളിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കള്ളനും പോലീസും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഒത്തുകൂടി. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് അങ്ങനെ കുറവാണ്. അങ്ങനെ എല്ലാവരും കൂടെ കിട്ടിയപ്പോൾ പെരുന്നാൾ അടിപൊളിയായി.